ചാച്ച എന്നാ ചാച്ച കാപ്പി ഇടണോ? എന്നാ ചാച്ച? മോളെ, ഒരു കാര്യം പറയാനായിരുന്നു. പറയുന്നത് ശരിയാണോ എന്നറിയാൻ മേല. അവൻ്റെ കാര്യം ഓർമ്മിക്കുമ്പം വലിയ പേടിയാ. അവനെ ഞാനിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ചാച്ചൻ്റെ ഒരു അപേക്ഷ, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ മോക്ക് ഇതിൽ നിന്നും മാറിക്കൂടെ? ചാച്ചൻ ഓർക്കുന്നുണ്ടോ? പണ്ട് ഫെമിയെ ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ ചാച്ചനാ അന്ന് എന്നെ കൊണ്ടുവരാൻ മേപ്പാറയ്ക്ക് വന്നത്. തങ്കച്ചേട്ടനെന്ന് വണ്ടിയിൽ നിന്ന് വീണിരിക്കുമായിരുന്നു. അതുകൊണ്ട് മാത്യു വന്നില്ല. അന്ന് തിരിച്ചു വരുമ്പോൾ കാറിൽ ചാച്ചൻ്റെ തല താന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദാ ഇതുപോലെ. ഞാനിവിടെ വന്ന ദിവസം മുതൽ നിങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ തന്നോളം പോകുന്ന മക്കളോട് അപ്പന്മാർ ചെറിയ മടി കാരണം അങ്ങനെ സംസാരിക്കാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെയാ എനിക്കതിന് കാരണം മനസ്സിലായത്. സാധാരണ പെൺകുട്ടികൾക്ക് കല്യാണം കഴിയുമ്പോൾ ഭർത്താവിനെ കിട്ടുക. എനിക്കത് കിട്ടിയില്ല. പക്ഷേ എനിക്കൊരപ്പനെ കിട്ടി. എനിക്ക് എൻ്റെ അപ്പനേക്കാൾ ഇഷ്ടമാണ് ചാച്ചനെ. അതാ ഒരു ദിവസമെങ്കിലും വൈകി ഇറങ്ങാലോ എന്നോർത്ത് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ചാച്ചൻ്റെ സങ്കടം എനിക്ക് ആരെക്കാളും നന്നായിട്ട് മനസ്സിലാവും. പിന്നെ മാത്യുവിനെ വിഷമിപ്പിക്കാനോ നാണം കെടുത്താനോ ഒന്നുമല്ല ചാച്ച. എനിക്കിനി വയ്യ. നമുക്ക് പോയേക്കാം. വാ. നീ അടിച്ചോടാ. വേണ്ട, എൻ്റെ കാശ് ഒമ്പടി ഉണ്ടോന്നേ. അതുകൊണ്ടല്ല, മതി. വാ, പോവാം നമുക്ക്. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല. ഒത്തിരി പെൺപിള്ളേരാ. കാരണവന്മാർക്ക് അവരെൻ്റെ അടുത്ത് വിടാൻ ഭയങ്കര വിശ്വാസമാണ്. അതന്നെ ഞാനൊന്നും ചെയ്യത്തില്ലല്ലോ. എൻ്റെ ടേസ്റ്റ് വേറെ ആയതുകൊണ്ടേ സേഫാണെന്നാണ് അവരെല്ലാം പറയുന്നത്. അതുകൊണ്ടല്ല, നമുക്ക് മോളും അവനൊക്കെ ഒന്ന് വീട്ടിലേക്ക് വരും വൈകുന്നേരം. ആ, വെറുതെ പോവാം. അവരെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അതൊക്കെ അന്നല്ലേ അങ്ക. നീ ഒന്ന് ആലോചിക്കുകയും അവളല്ലാന്ന് വേറെ ആരാ ഉള്ളേ? ആ, അതാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമെന്നുള്ള പേടി എല്ലാവർക്കും. എന്നാൽ ആ പേടി കാരണം സ്നേഹം കിട്ടാത്തവരും ഉണ്ടേ. തങ്ങ എഴുന്നേൽ, മതി കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ട്. വാ, എഴുന്നേറ്റോ. മതി, അത് മതി, അത് മതി. വാ, എഴുന്നേറ്റ് എഴുന്നേറ്റ്. നീ എന്നെ എവിടെ എന്നാ പറ്റിയടാ? എന്നാ ചിരി വെള്ളെടുത്ത് എന്നതാടാ? വയ്യ തങ്കപ്പാപ്പി. എല്ലായിടം കളിയാക്കലും കബിൻ്റെ അടിയും എല്ലാം കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആരുമില്ല. നിനക്ക് നിന്റെ അമ്മല്ലടാ.
കുഞ്ഞിപ്പെണ്ണ് നിന്റെ പെങ്ങളല്ലേ? ആരും ഇല്ല പോലും. കള്ളു കുടിച്ച വിഷമൊന്നും മാറത്തില്ലടാ. ബാബി സഖാവേ, അവർ വളരെ ഊർജിതമായ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. ഈ പരസ്യപ്രചാരണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും വീടുകൾ കയറി ഇറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ്. പിന്നെ മാത്യു സാർ ഈ കാര്യങ്ങളിലൊക്കെ കുറേ കൂടെ സീരിയസ് ആകണമെന്നും പൊതുവായൊരു അഭിപ്രായം കൂടി ഉണ്ട്. ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ടേ. കാരണം ഇന്നലെയും കൂടെ കാവുംഭാഗത്തുള്ള 30ഓളം വീടുകൾ ഞങ്ങൾ കവർ ചെയ്തതാണ്. പിന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിജയിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സാധാരണ ഇലക്ഷനേക്കാളും കൂടുതൽ പ്രതിസന്ധികൾ മറികടക്കേണ്ടതായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ ജോമോനച്ചൻ ഈ പുരോഗമനമൊക്കെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. അവിടെ അങ്ങ് ബിഷപ്പ് ഹൗസിലെ കാര്യങ്ങളൊക്കെ മാത്യു സാറിനെതിരായിട്ടാണ് നീങ്ങുന്നത്. പിന്നെ അവന്മാരുണ്ടല്ലോ അവിടെ കയറി നന്നായി നിരങ്ങുന്നുണ്ട്. ഈ വക കാര്യങ്ങളിലൊക്കെ പാർട്ടി എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഉന്നതതല ചർച്ച നടക്കുന്നുണ്ട്. കേട്ടോ, അപ്പോൾ അതിന് തീരുമാനങ്ങൾ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. കൺവെൻഷൻ അപ്പോൾ ഏകദേശം അവസാനിക്കാറായ സ്ഥിതിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ? ആയിക്കോട്ടെ. മീറ്റിംഗ് കഴിഞ്ഞില്ല. ജോസഫ് ഏട്ടൻ കുറച്ച് കാപ്പി അറേഞ്ച് ചെയ്തു. അത് കുടിച്ച് നമുക്ക് ഇനി സഹായിക്കാം. ഓക്കെ. എന്താണ് മാത്യു സാറേ, കാര്യങ്ങളൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. അവർ എവിഡൻസ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു സാക്ഷി കൂടി ഹാജരാവാനുണ്ടെന്നാണ് പറയുന്നത്. ആരാ? IA 318/19, നോപ്പി നമ്പർ 47/19, പെറ്റീഷണർ ഓമന ഫിലിപ്പ്, റെസ്പോണ്ടന്റ് മാത്യു ദേവസി. യുവർ ഓണർ, പെറ്റീഷൻ ഫോർ ഓപ്പണിംഗ് ദ എവിഡൻസ്. ഒരു സാക്ഷിയുണ്ട്. അത് ശരി. പാർട്ടീസ് മാത്രം ഉണ്ടെന്നില്ല നിങ്ങൾ ആദ്യം പറഞ്ഞു. ഇങ്ങനെ തോന്നുന്ന പോലെ സാക്ഷികളെയും കൂട്ടി കഥയും പറഞ്ഞുകൊണ്ടിരുന്നാലേ നിങ്ങൾ പറയുന്ന സമയത്ത് തീർക്കാൻ പറ്റില്ല. ഇവിടെ ബാക്കിയുള്ള കേസിനൊന്നും ജഡ്ജ്മെൻറ്റ് പറയാൻ വേണ്ടി സമയമില്ല. എന്നും ബെഞ്ചിറങ്ങുന്നത് 6 മണിക്കാണ്. യുവർ ഓണർ, ഒരു സാക്ഷിയേ ഉള്ളൂ. അധികം സമയം വേണ്ട. സ്റ്റാർ വിറ്റ്നസ് ആണ്. റെസ്പോണ്ടന്റ് സൈഡ് എനി ഒബ്ജെക്ഷൻ? ഓൺലി ഫോർമൽ ഒബ്ജെക്ഷൻ യുവർ ഓണർ. എവിഡൻസ് മേ ബി റീഓപ്പൺഡ്. ആൾ വന്നിട്ടുണ്ടോ? വിളിച്ചോളൂ. PK ദേവസി. ഇതാരാ? എതിർകക്ഷിയുടെ ഫാദറാണ് യുവർ ഓണർ. കയറി നിന്നോളൂ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സാർ ഇവിടെ കൊടുത്തിട്ടുള്ള തെളിവ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് സാറിൻ്റെ മകൻ മാത്യുവിനെതിരെ ഓമന കൊടുത്തിട്ടുള്ള അലിഗേഷൻസ് എല്ലാം സത്യമാണെന്നാണ്. ഇറ്റ്സ് ഓക്കെ സാർ, അതിവിടെ ബൈൻഡിങ് ഒന്നും അല്ല. സാറിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണെന്ന് വ്യക്തമാണ്. സാർ ഇവിടെ യഥാർത്ഥത്തിലുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ പൂർണ്ണ സമ്മതത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മകൻ മാത്യു ഹോമോസെക്ഷൽ ആണെന്നും ഓമന ആവശ്യപ്പെടും പോലെ ഈ ബന്ധം വേർപിരിയണം എന്നുമാണോ? അതെ. ഇത്രയും കാലം ആ വീട്ടിൽ നിങ്ങൾക്ക് കൂട്ടായിരുന്ന താങ്ങായിരുന്ന ഓമന എന്ന നിങ്ങളുടെ മരുമകൾ ആവശ്യപ്പെട്ടതിനാൽ അവരോടുള്ളൊരു സ്നേഹത്തിൻ്റെയും അലിവിൻ്റെയും പേരിൽ മാത്രമല്ലേ സർ സത്യമല്ലെന്നറിഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ കള്ളസാക്ഷി പറയുന്നത്? അല്ല. ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെയാണ് മാത്യു ഗേ ആണെന്ന് പറയാൻ കഴിയുക? മറ്റു തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? മാത്യു എൻ്റെ മകനാണ്. ദാറ്റ്സ് ഓൾ. മീറ വക്കീലെ, റീ ക്ലാരിഫിക്കേഷൻ വേണ്ടി 2 ചോദ്യങ്ങൾ യുവർ ഓണർ.
എപ്പോഴാണ് മാത്യു സ്വവർഗാനുരാഗിയാണെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞത്? ചെറുപ്പത്തിലെ അറിഞ്ഞിരുന്നു. പിന്നെ എന്തിനാണ് വിവാഹത്തിന് സമ്മതിച്ചത്? സമ്മതിക്കുകയായിരുന്നില്ല. വിവാഹം കഴിക്കണമെന്ന എൻ്റെ നിർബന്ധത്തിന് മാത്യു വഴങ്ങുകയായിരുന്നു. That's all, Your Honor. ഇറങ്ങിക്കോളൂ, ഒപ്പിട്ടിട്ട് പോകണം. ഒപ്പി നമ്പർ 49 പെറ്റീഷണർ വിജി മത്തായി, റെസ്പോണ്ടന്റ് സ്റ്റാൻലി എബ്രഹാം.